പാലായിൽ കൗതുകകരമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തുന്നത്. അവിടെ ഭരണം നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന്റെ ചടുലമായ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. 3 വാർഡുകളിൽ സ്വതന്ത്രരായി വിജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തെ ഒപ്പം നിർത്താൻ ചർച്ചകൾ സജീവമാണ്. ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള പദവികൾ നൽകാനും ആലോചനയുണ്ട്. UDF-നൊപ്പം എന്ന പ്രഖ്യാപനം ഇതുവരെ ബിനു പുളിക്കക്കണ്ടം നടത്തിയിട്ടില്ല എന്നതാണ് ഒരു പോയിന്റായി ഇപ്പോൾ LDF കാണുന്നത്. UDF നേതൃത്വവും ബിനുവിനെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട്. പാലായിൽ എന്ത് എന്ന സസ്പെൻസ് തുടരുക തന്നെയാണ്. ബിനു പുളിക്കക്കണ്ടം ഒരു അന്തിമ നിലപാട് എടുത്തു വരുന്നതേ ഉള്ളൂ എന്നാണ് ഇന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് സാധാരണഗതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് UDF-ന്റെ ഭരണം, അതായത് UDF-ന്റെ പിന്തുണയോടെ ബിനു അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനിടെയാണ് ചില ചരടുവലികൾ കേരള കോൺഗ്രസ് എം നടത്തുന്നത്. ബിനുവിനെ ഒപ്പം ചേർത്ത് ഭരണം പിടിക്കുക എന്ന തന്ത്രമാണ്. പക്ഷെ അപ്പോൾ ബിനുവിന് ചെയർമാൻ സ്ഥാനവും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനവും നൽകേണ്ടി വരുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാലാ പോലൊരു തട്ടകത്തിൽ അവിടെ LDF ഭരണം തന്നെ ഇടതുമുന്നണി എന്ന നിലയിൽ ഭരണം പിടിക്കുക എന്ന തന്ത്രത്തിലേക്ക് അത്തരം ചർച്ചകൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗങ്ങളുമായൊക്കെ കേരള കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതായത് ഇപ്പുറത്തെ UDF-ന്റെ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ ബിനു പുളിക്കക്കണ്ടം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, ഈ ഒരു സ്വതന്ത്ര താനൊരു UDF കൂട്ടായ്മയുടെ ഭാഗമായി അല്ല ജയിച്ചത്, UDF പിന്തുണ നൽകിയത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്തെ പിന്തുണ മാത്രമാണ് എന്ന് പറയുകയാണ്. ഇന്നലെ UDF-ന്റെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോഴൊന്നും ബിനു അതിൻ്റെ ഭാഗമായിരുന്നില്ല. തൻ്റെ വാർഡിലുള്ള ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ്. ബിനു ഒപ്പമുള്ള 3 സ്വതന്ത്രന്മാരെയും ചേർത്തുകൊണ്ട് മാത്രമേ UDF-ന് ഭരണം സാധ്യമാകുകയുള്ളൂ. ഇടതുമുന്നണിക്ക് അത് 12+3 എന്ന നിലയിൽ മായ രാഹുലിനെ കൂടി ചേർത്താൽ അത് 15 മാറും, അല്ലെങ്കിൽ 14 മാറും. 14 പേരാണ് ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടത്. എന്തായാലും പുളിക്കക്കണ്ടം കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ പന്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങോട്ടേക്ക് പോകും, ഏത് പോസ്റ്റിലേക്കാണ് ഗോൾ അടിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ്. ശരി, ഈ ശ്രീജിത്താണ് വിവരങ്ങൾ. ഇനി മധ്യ കേരളത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകാം. മധ്യ കേരളത്തിലെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലേക്ക് UDF തിരികെ എത്തുന്നു എന്ന സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. കേരള കോൺഗ്രസുകളുടെ പിന്തുണയിൽ മാത്രം വിജയിച്ചിരുന്ന ഇടങ്ങളിൽ തനിച്ച് കരുത്ത് കാട്ടി എന്നതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ നേട്ടമാവുന്നത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ക്രൈസ്തവ മേഖലകളിൽ കോൺഗ്രസിന്റെ ഈ ആധിപത്യം പ്രകടം. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരള കോൺഗ്രസുകൾ ഇല്ലെങ്കിലും തങ്ങൾക്ക് മധ്യ കേരളത്തിൽ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അത് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഫലം വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതോടെ ആകെ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് മധ്യ കേരളത്തിൽ മാറുന്ന സാഹചര്യമാണുള്ളത്. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയും ഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിയമസഭാ സീറ്റിനെയും അത് കാര്യമായി ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നേരത്തെ അത് ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടത്. അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. ജോസഫ് ഗ്രൂപ്പിന് ജില്ലാ പഞ്ചായത്തിൽ അടക്കം 4 സീറ്റ് ലഭിച്ചു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും അവരുടേതായ ഇടങ്ങളിൽ കരുത്ത് കാട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിലാകെ വ്യാപിക്കുന്ന നിലയിലേക്ക് സ്വാധീനം ഉറപ്പിക്കാൻ അത് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച ആശ്വാസം. അതായത് മറ്റു പല ജില്ലകളും, ഇപ്പോൾ തിരുവനന്തപുരമോ അല്ലെങ്കിൽ പത്തനംതിട്ട, അങ്ങനെ തൃശ്ശൂരോ ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന ഭരണത്തിലേക്ക് പലപ്പോഴും എത്താൻ കഴിയുക എന്ന് പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മധ്യ കേരളം തങ്ങളുടെ എക്കാലത്തും തങ്ങളുടെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന സ്ഥലം അതങ്ങ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതൊരു വലിയ വേദനയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ വേദന, ആ മുറിവ് ഉണക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഫലം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം പഞ്ചായത്തിലും കോൺഗ്രസിനാണ് പ്രധാനപ്പെട്ട ആധിപത്യമായി ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ആശ്വാസമുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഇവിടെയെല്ലാം സമാനമായ സാഹചര്യമാണുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവും മധ്യ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്.